കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ പ്രവർത്തനത്തിൽ വാർദ്ധക്യത്തിലൂടെയുള്ള ആവേശം കാണാൻ കഴിഞ്ഞത് ഇവിടെ വെച്ചാണ്. പ്രിയപ്പെട്ട അധ്യക്ഷന്റെ പ്രസംഗത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കന്മാർക്കുള്ള ഇന്നത്തെ ആവേശം അണപ്പെട്ടുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരിലുള്ള ആവേശം എന്തുകൊണ്ടിങ്ങനെ തളർന്നു പോകുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിന്റെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഈ പ്രദേശത്തേക്ക് ഒരുപാട് വികസനം എത്തിക്കുവാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 1948 മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം മുസ്ലിം ലീഗ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സമാധാനപരവുമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ്. മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ UP സംസ്ഥാനത്ത് ഉത്തർപ്രദേശിൽ അവിടെ എന്താണ് കേരള സംസ്ഥാനത്ത് ആകെയുള്ള ജനസംഖ്യയുടെ കണക്കിൽ അവിടെ മുസ്ലിങ്ങൾ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് പോലും ഐക്യമില്ലാത്തതിന്റെ പേരിൽ അവിടെ ഒരു പള്ളി നിലനിർത്തുവാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിലനിൽക്കുവാനോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനോ അവിടെ പ്രാദേശിക വികസനങ്ങൾ ഉണ്ടാക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേരള സംസ്ഥാനത്തെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഐക്യതയോടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രാദേശികമായും മറ്റും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ആണ് ഇവിടെ സാമ്പത്തിക ഭദ്രത തളർത്തിയത്, സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാക്കിയത്, അതുകൊണ്ട് BJP അധികാരത്തിൽ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. അവസ്ഥാവിശേഷമല്ലേ എന്നുള്ളത്? നാം ചോദിക്കുന്ന 100 രൂപയ്ക്ക് ഉള്ളവര് കൊടുക്കാൻ പോലും ലഭ്യമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമല്ലേ ഇനി കേരള ഇന്ത്യ രാജ്യത്തുള്ളത്? എന്റെ BJP ഭരിക്കുമ്പോൾ ഈ അവസ്ഥയുണ്ടായി. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയമാണ് ഇവിടെ തെറ്റായി പോയതിനുള്ള ഇറക്കുമതി നയം ഉദാരവൽക്കരിച്ചിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഇപ്പോൾ വിദേശത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. നമ്മുടെ അടക്ക ഉത്തർപ്രദേശ് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് ബാങ്ക് കമ്പനികളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ശ്രീലങ്കയിൽ നിന്നൊക്കെ അടക്ക വരാൻ പോവുകയാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക്. 180 റുപ്യ വിലയുണ്ടായിരുന്ന അടക്കയ്ക്ക് ഇന്ന് 57 റുപ്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാർ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭാരതീയ ജനത നമുക്ക് മാറണമെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഭരണരംഗത്തിൽ നിന്ന് പിന്മാറുകയേ വഴിയുള്ളൂ. മഞ്ചേശ്വരത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് സിറ്റി അഹമ്മദി സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് ആർക്കും എതിരാളികൾക്ക് പോലും യാതൊരു പരാതിയുമില്ലാതെ തന്നെ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വളരെ അത്യാവശ്യമായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം, മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസ് ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട കെ അബ്ദുള്ള സാഹിബ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ ഓഫീസിൽ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ പ്രവർത്തകരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിക്കുവാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തേക്ക് കടന്നുവന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ TA മുഹമ്മദ് അലി, ബഹുമാനായ KS അബ്ദുള്ള സാഹിബ്, ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ തുരുത്തിയിലെ മുസ്ലിം ലീഗിന്റെ സംഘടനാ പ്രവർത്തനം
കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രവർത്തകന്മാർ പുതിയൊരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച സന്ദർഭം വളരെയേറെ അനിവാര്യമായ സന്ദർഭത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു. സമുദായത്തിന്റെ സംഘടിത ശക്തിയെ അതിന്റെ പൂർണ്ണേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഊർജിതപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ പോറിലേൽപ്പിക്കാൻ പെട്ടെന്ന് സാധ്യമല്ല എന്നുള്ളത് അത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്ന് എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ പലയിടങ്ങളിലും പലവിധത്തിലുള്ള എതിർപ്പുകൾ കണ്ടുവരുന്നു. ഇവിടെ ചിലർ ബിജെപിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്യുന്നു എന്നാണ് മനസ്സിലായത്. എന്ന് നമുക്കാർക്കും ബോധ്യമല്ല. സമുദായത്തിന്റെ സംഘടിത ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യമാണെങ്കിൽ അത് ചെയ്തുകൊള്ളട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. മുസ്ലിം ലീഗിന്റെ ആവശ്യം അതിന്റെ അനിവാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വെല്ലുന്നതിന് പലരും ശ്രമിച്ചിട്ടും സാധ്യമാകാത്ത ഈ സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ നാം ഉൾക്കൊള്ളുന്ന മുന്നണി UDF വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, ശ്രാമതി, നാം വളരെ നാളുകൾ ആകാംക്ഷയോട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. തുർക്കിയിലെ നിവാസികളായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ ഓഫീസിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ സഫലമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷ മഹത്വമായത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഈ സാഹചര്യത്തിൽ നമ്മൾ പരസ്പരമുള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും വെല്ലുവിളികളും മറന്നുകൊണ്ട് സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടുകൂടി നമ്മൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അതിന് സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റു പല പാർട്ടികളിലും പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ആ പാർട്ടിയുടെ നിഗമനങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരികയും ഇനി ഒരുപാട് സഹോദരങ്ങൾ അതുപോലെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം അതെല്ലാ തെറ്റുകുറ്റങ്ങളും പരസ്പരമുള്ള അഭിപ്രായങ്ങളും മറന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗില് ഒന്നിടങ്ങും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ നേതാക്കന്മാരെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ തുർക്കിയിൽ നിന്ന് തുറക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഓഫീസിനും അതിന്റെ പ്രവർത്തകർക്കും അതുപോലെ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന സഹോദരങ്ങൾക്കും ഖത്തർ കൗൺസിലിന്റെ വകയും എന്റെ വകയായി എല്ലാവിധ ചിന്തനകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കരുത്തരായ നേതാക്കളെ, മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും പ്രവർത്തകന്മാരെ, തുരുത്തി മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ ചിരകാല സ്വപ്നമായ തുരുത്തി ശാഖ മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.
മുസ്ലിം ലീഗിന്റെ ഖജാൻജിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായ കാസർഗോഡ് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ജനാബ് ശ്രീ ടി അഹമ്മദ് അലി MLA സാഹിബ്, മുനിസിപ്പൽ ചെയർമാൻ ടി അബ്ദുല്ല സാഹിബ്, വേദിയിലെ മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സാമാജിക്കും. തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഈ പ്രദേശം മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടയാണ് എന്ന കാര്യത്തിൽ എന്നേക്കാളും കൂടുതൽ എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കാണ്. പക്ഷേ അവർക്ക് കാര്യങ്ങളിരുന്ന് ഈ നാടിന്റെ സ്പന്ദനങ്ങൾ സ്പർശിക്കാൻ, ഈ നാടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, വികസനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരാസ്ഥാനത്തിന്റെ അഭാവം ഈ പ്രദേശത്തിനെ ഏറ്റവും വലിയ ആഹ്ലാദത്തിന്റെ ദിവസമാണ്. കാരണം തുരുത്തിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ കണ്ണീരൊപ്പാണ് മുസ്ലിം ലീഗിന് ഒരു ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ മുസ്ലിങ്ങളുടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ സെക്രട്ടേറിയറ്റായി ഈ ഓഫീസ് മന്ദിരം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന് എന്നും കരുത്ത് നൽകിയിട്ടുള്ള ഒരു പ്രദേശമെന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന രംഗത്ത് നിന്നും മാറി നിന്ന ചില പ്രമുഖ വ്യക്തികൾ കൂടി നമ്മുടെ മാതൃസംഘടനയിലേക്ക് വരികയും ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു അസുലഭ മുഹൂർത്തമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളുമായി പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ അഹമ്മദ് സാഹിബ് അവരുടെ, ടി അബ്ദുല്ല സാഹിബ്, ശ്രീ അബ്ബാസ് ഹാജി സാഹിബ്, TNA ഖാദർ, ഇബ്രാഹിം കുഞ്ഞു മാസ്റ്റർ, വൈദ്യൻ കൊല്ലമ്പാടി, മറ്റു സ്നേഹം നിറഞ്ഞ സ്റ്റേജിൽ ഉപസ്ഥരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, തൃപ്തിസാഗ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സ്വന്തമായ ഒരു കെട്ടിടം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ഒരു പൊതു സമയം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും മുമ്പ് തന്നെ ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ച ഈ സമ്മേളനം ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കമെന്നോണം ഒരു സ്ഥാനാർത്ഥി നിർണയം പോലും വളരെ പെട്ടെന്നായതുകൊണ്ട് ഇത് തന്നെ ഒരു ഉദ്ഘാടനം കാസർഗോഡ് നിയോജകമണ്ഡലത്തിലാകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത്രയും ഒരു പരിപാടി ആദ്യമായി സംഘടിപ്പിച്ചതും അതിന്റെ ഭാഗമായി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു സംസ്ഥാന കമ്മിറ്റി നിശ്ചയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ഉദ്ഘാടനം എന്നാലും തന്നെ നമ്മുടെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാം. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ ബന്ധിച്ച ഭൗതികലക്ഷ്യത്തോടുകൂടി വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വിവിധ പാർട്ടിയിൽ നിന്നും നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഈ വൈകിയായി മുസ്ലിം ലീഗ് മാത്രമാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാതൃസംഘടനയിലേക്ക് നടന്നു വന്ന മുഴുവൻ പ്രവർത്തകരെയും കാസർഗോഡ് നിയോജകമണ്ഡലത്തിന് വേണ്ടി അമേരിക്കയിൽ ഇവർക്ക് ബന്ധപ്പെട്ട ഓഫീസ് സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കളക്ടറേറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.
നിങ്ങൾക്ക് നന്ദി. ജയ്ബാല്. യോഗാധ്യക്ഷൻ ശാഖ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, അഭിനന്ദനായ പ്രിയങ്കരനായ കാസർഗോഡ് MLA-യും 10-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായ ജനാബ് CT, അഭിനന്ദനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷനും കാസർഗോഡ് നഗരസഭാ പിതാവുമായ ജനാബ് T. അബ്ദുല്ല സാഹിബ്, ചെങ്ങള പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും കാസർഗോഡ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് ചെങ്ങള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റുമായ ബദലി അബ്ബാസ് ഹാജി, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് മൻസൂർ മല്ലത്ത്, മറ്റ് സ്റ്റേറ്റിൽ പുരുഷരായിരിക്കുന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ A. അബ്ദുറഹ്മാൻ, ബഹുമാനായ വാർഡ് മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ KM സൈദുദ്ദീൻ ഹാജി, മറ്റ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും എസ്പിന്റെയും നേതാക്കന്മാരെ, സഹോദരങ്ങളെ, ആദ്യമായി താമസിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിനന്ദനായ CT-യും ബഹുമാനായ T-യും ഞങ്ങൾ ഇപ്പോൾ വന്ന എല്ലാവരും കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2:30 മണി മുതൽ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നിയോജകമണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും പോയി ഈട്ടാണ് താമസിക്കേണ്ടി വന്നത്. മകരം നിസ്കരിച്ച് വീണ്ടും പോകാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതൊക്കെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പോകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് താമസിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ടും ഞാൻ 2-3 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. മുസ്ലിം ലീഗ് പ്രസ്ഥാനം എക്കാലവും ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ താങ്ങും തങ്ങും മുസ്ലിം ലീഗ് പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും തുരുത്തി ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് മുഹമ്മദ് യാൻ സാഹിബ് അവർ, ബഹുമാനിയായ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ജനാബ് T. അബ്ദുള്ള സാഹിബ് അവർ, ബഹുമാനിയായ നിങ്ങളെവരുടെയും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് TNA ഖാദർ സാഹിബ് അവർ, ബഹുമാനിയായ കാസർഗോഡ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റും ചെങ്കള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജനാബ് C. അബ്ബാസ് ഹാജി സാഹിബ് അവர்களെ, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ MSF-ന്റെയും STV-ന്റെയും പ്രിയങ്കരായ നേതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നിങ്ങളൊരു ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മണ്ഡലം മൗലവി സാഹിബ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഏവർക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. തുരുത്തി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ചടങ്ങിന് സർവ്വവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം സഹോദരന്മാരെ അഭിനന്ദിക്കുകയും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമുദായത്തിന്റെ ഐക്യം അനിവാര്യമായ ഒരു കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അവശേഷിക്കുന്ന മറ്റിതര പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരും മുസ്ലിം ലീഗിലേക്ക് കടന്നുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ രാജ്യസംഘടന മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മുസ്ലിം സമുദായം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിലൂടെ മാത്രമേ ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനാധിപത്യമായി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷം നമുക്കറിയാം, നോട്ടാപുരത്തുണ്ടായ സംഭവം നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ വിശിഷ്ട അതിഥികൾ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ പോയി. ഞാൻ അതിലേക്കും കടക്കുന്നു. നാദാപുരത്തുണ്ടായ സംഭവം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ സമുദായത്തിന്റെ നേരെയുള്ള അക്രമം, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം പ്രിയപ്പെട്ട കൊലപാതകങ്ങളും അക്രമ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ ഒരു ഭരണമുണ്ട് എന്ന് സംശയം. വികസനമാകെ മുരടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾക്കറിയാം ഐക്യ ജനാധിപത്യ വർഗ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായ വികസന രംഗത്തുണ്ടായ ആ കുതിച്ചുചാട്ടം ഈ 5 വർഷക്കാലം ഇന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങുമ്പോൾ പുതിയ ഗവൺമെന്റിന് ഏറ്റവും വലിയ ഭാരമാണ്. എത്രയോ കോടി ഈ സംസ്ഥാനം അബൂബക്കർ സനത് അബ്ദുൽ ഖാദർ ഹാജി. ഹംസ ടി എ സൺ ഓഫ് ടി എ അബ്ദുൽ ഖാദർ ഹാജി അബ്ദുല്ല. ടി എ മുനീർ സൺ ഓഫ് അബ്ദുൽ ഹാജി ഹാമു. ടി എ അഹമ്മദ് സൺ ഓഫ് അബ്ദുല്ല കപ്പൽ. മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന എന്റെ സഹപ്രവർത്തകൻ ടി എ അബൂബക്കർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു.